മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് മരിച്ചവരുടെ എണ്ണം 4ആയി. 3 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ കെ വേണുഗോപാൽ, മരണം 4 ആയിരിക്കുന്നു. വളരെ സങ്കടകരമായ, വളരെ ദുഃഖകരമായ വാർത്തയാണ് ഈ സായാഹ്നത്തിൽ ഇപ്പോൾ മലയാളികളെ തേടിയെത്തുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ്കുമാർ, കാലവർഷം വന്നെത്തുന്നതേ ഉള്ളൂ. അതിനു മുമ്പാണ് ഇത്തരത്തിലൊരു ദാരുണമായ ഒരു സംഭവം ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. 4 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ഫഹദ്, സിയാദ്, റഷീസ്, വഹാസ് എന്നിങ്ങനെയുള്ള സുഹൃത്തുക്കളാണ് ഈ 4 പേരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 7 അംഗ സംഘത്തിനായിരുന്നു ഇടിമിന്നലേറ്റത്. മങ്കട കുരങ്ങൻചോല എന്ന് പറയുന്ന സ്ഥലത്ത്, അതും ഈ പറഞ്ഞതുപോലെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉള്ള സ്ഥലമാണ്. കുറച്ച് ഉയരം കൂടിയ പ്രദേശമാണ്. അവിടെ വൈകുന്നേരങ്ങളിൽ ആളുകളൊക്കെ വന്നിരിക്കുന്നതായിരുന്നു. മഴയോടുകൂടി അപ്രതീക്ഷിതമായി വന്ന ഇടിമിന്നലേറ്റാണ് ഇവർക്ക് 7 പേർക്കും ഇത്തരത്തിൽ ഇടിമിന്നലേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ 6 പേരെയാണ് ആദ്യഘട്ടത്തിൽ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി സാധിച്ചത്. മറ്റൊരാൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തുകയും അയാളെ കണ്ടുകിട്ടുകയും ചെയ്തിട്ടുണ്ട്. അയാളുമായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുന്നു എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ആശുപത്രിയിൽ എത്തിച്ച 4 പേർ മരണപ്പെട്ടു. ബാക്കി 2 പേർ അപകടനില തരണം ചെയ്തു എന്ന ഒരു വാർത്ത കൂടി, ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കനത്ത മഴയും കാറ്റും ഇടിമിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. മലപ്പുറം ജില്ലയുടെ വിവിധ മേഖലകളിൽ, പാണ്ടിക്കാട്, മലപ്പുറം ടൗണ്, മങ്കട തുടങ്ങിയ മേഖലകളിലൊക്കെ ശക്തമായ കാറ്റും മഴയും വീശിയതിൽ മങ്കടയിൽ മഴ പെയ്തതിനൊപ്പം തന്നെ ശക്തമായ ഇടിമിന്നലും കൂടി സംഭവിച്ചു എന്നുള്ളതാണ് ഇത്തരം ദാരുണമായ ഒരു സംഭവം ഉണ്ടാവാൻ കാരണം. എല്ലാവരും വിദ്യാർത്ഥികളാണ്, യുവാക്കളാണ് എന്ന പ്രാഥമികമായ വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ 2 പേരായിരുന്നു മരിച്ചത്. 2 പേരുടെ നില ആ ഘട്ടത്തിൽ തന്നെ ഗുരുതരമാണ് എന്ന വിവരവും പുറത്തു വരുന്നു. അവർ 2 പേരുമാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മറ്റു 2 പേർ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഒരാളെ ആശുപത്രിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എത്തിയിട്ടില്ല, അല്പസമയത്തിനുള്ളിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുമെന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. നേരത്തെ കനത്ത മഴയിൽ ഈ പാണ്ടിക്കാടൊക്കെ ഒരു സ്കൂളിന്റെ മേൽക്കൂര തകർന്നു പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഈ രീതിയിലുള്ള ഒരു മഴയോ കാറ്റോ അല്ലെങ്കിൽ ഇടിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം മലപ്പുറം ജില്ലയിലെ വിവിധ മേഖലകളിൽ ഉണ്ടായത്. അതിൽ തന്നെ 4 പേർ മരണപ്പെട്ടു എന്നുള്ളതാണ് സങ്കടകരമായ വാർത്തയാണ്, ദുഃഖകരമായ വാർത്തയാണ്. 4 പേരും ചെറുപ്പക്കാരാണ്, വിദ്യാർത്ഥികളാണ്, ഒരേ നാട്ടിലുള്ള ആളുകളാണ് എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏകദേശം 1-2 കിലോമീറ്റർ പരിധിയിലുള്ള ആളുകളാണ് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇതാ നാട്ടിൽ തന്നെയുള്ള ഒരു വ്യൂ പോയിന്റ്, ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിന് സമാനമായിട്ടുള്ള ഒരു സ്ഥലം. വൈകുന്നേരങ്ങളിലൊക്കെ ആളുകളൊക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഉയരം കൂടിയ ഒരു പ്രദേശമായിരുന്നതിനാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്ന് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.